ഹലോ എവ്രി വൺ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. കുട്ടി വ്ളോഗാണ്. ഞാനിപ്പോൾ കോട്ടയം ടൗണിലെ ജോസ്കോയുടെ ഫ്രണ്ടിലാണ്. ഇവിടെ എന്തിനാ വന്നതെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൂവിന് വെക്കേഷൻ ആരംഭിച്ചു. അപ്പൂവിനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഡെഫിനറ്റ്ലി ഒരു 2-3 ഡേയ്സ് ഇവിടെ സ്റ്റേ ചെയ്യും. കോട്ടയത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. എല്ലാ വെക്കേഷനും അപ്പോസ് ഇവിടെ വരികയും 10 ദിവസം അല്ലെങ്കിൽ മെയിൻ അവധിക്കാണെങ്കിൽ 2 മന്ത് 2.5 മന്തൊക്കെ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ മോനും അപ്പൂസും കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കിൽ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പോയത് ഓക്സിജനിലാണ്. അമ്മയ്ക്കൊരു ഫോൺ എടുത്തു. ശേഷം ഞങ്ങൾ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നല്ല കിടുക്കാച്ചി 3 ബിരിയാണി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. പക്ഷേ ഞാനത് ഫുള്ള് കഴിച്ചില്ല. ഒരെണ്ണം തന്നെ ഹാഫ് കഴിച്ചിട്ട് ബാക്കി പാഴ്സൽ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങി. ഭയങ്കര വൈബാട്ടോ. ക്രിസ്തുമസൊക്കെ ആയിട്ട് കോട്ടയം ടൗണിൽ വന്നിട്ട് മാർക്കോ റിലീസായിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഭയങ്കര തിരക്കുണ്ട്. പിന്നെ ക്രിസ്തുമസിൻ്റേതായിട്ടുള്ള എല്ലാ ഷോപ്പും ഇങ്ങനെ കോട്ടയം ടൗൺ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിച്ച് ഭയങ്കര രസം കേട്ടോ. എല്ലായിടത്തും ക്രിസ്തുമസ് പാപ്പയുടെ പിന്നെ ഫോട്ടോസും പ്രതിമകളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പൂനൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടി കോട്ടയത്ത് ചന്തക്കാവിലെ ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ കയറി. അപ്പൂ അമ്മയും കൂടെ ആദ്യം ഇങ്ങനെ കയറി സൈക്കിളുകൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന മോഡൽ സൈക്കിളാണ് അപ്പൂവിന് ഈ പ്രാവശ്യം ഞങ്ങൾ വീട്ടിലെടുത്തത് കേട്ടോ. ഞാൻ വീട്ടിലെടുത്ത് കൊടുത്തത്. അപ്പോൾ അത് അവൻ മുമ്പോട്ട് വളരുന്നതുകൊണ്ട് ഹൈറ്റിൻ്റെ പ്രശ്നം, അത് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇവരുടെ തന്നെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അങ്ങോട്ട് നേരെ ഞങ്ങൾ നടന്ന് കയറി കേട്ടോ. അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് അപ്പൂവിന് ഇത്തിരിയോടെ ഹൈറ്റ്, അപ്പൂവിന് ഇത്തിരിയോടെ മുമ്പോട്ടുള്ള പ്രായത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സൈക്കിളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ആദ്യം ഒന്ന് കയറി ചെക്ക് ചെയ്തു. പക്ഷേ ഒരു രസമുണ്ട് കേട്ടോ ഗെയിം. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തപ്പോൾ മാറിയിട്ടുണ്ട്. റീഎഡിറ്റ് ചെയ്യാൻ എനിക്ക് മടിയാണ് കേട്ടോ. അപ്പോൾ ഈ നടന്നു പോകുന്നത് ആക്ച്വലി സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വീഡിയോയിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്, ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ അതിന് അപ്പൂനതേ സെക്കൻഡ് ഷോപ്പ്, അവരുടെ തന്നെ സെക്കൻഡ് ഷോപ്പിൽ നിന്ന് അവന് പാകമുള്ളൊരു സൈക്കിള് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തൊരു കളർ. അടിപൊളിയാണ് കേട്ടോ സൈക്കിള്. ഹെർക്കുലീസിൻ്റെ തന്നെ അത്യാവശ്യം ഒരു വലിയ സൈക്കിളാണ്. അവനതിൽ കയറി ഇരുന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൈറ്റ് എല്ലാം കൊണ്ടും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ജസ്റ്റ് നോക്കുകയും കാലത്തോ നോക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ചെയ്യുകയാണ്. അമ്മയും ഞാനിവിടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവൻ്റെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം. അപ്പോൾ അമ്മ ഇങ്ങനെ, അമ്മയുടെയും ചേട്ടൻ്റെയും ഒരു സമ്മാനമായിരുന്നു കേട്ടോ ക്രിസ്തുമസിന് അവന് സൈക്കിൾ എടുത്ത് കൊടുത്തത്. ആഫ്റ്റർ വി ആർ ബാക്ക് ടു അവർ ഹോം, വീട്ടിലെത്തി. എനിക്ക് തോന്നുന്നു ഓണത്തിന് ശേഷം, കഴിഞ്ഞ വെക്കേഷന് വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ ഹെൽമെറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട്, അതിന് എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ, മിസ്റ്റേക്കാണെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ അമ്മ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞാൻ വീടിൻ്റെ അകത്ത് കയറി. ഇനി മുകളിലുള്ള നമ്മുടെ റൂമിലേക്ക് പോവുകയാണേ. മുകളിലാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ റൂം ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ആ റൂം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഷീറ്റൊക്കെ വിരിച്ച് അമ്മ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ താഴെയാണ് സൈക്കിള് എടുത്തിട്ട് ഓടിക്കാനുള്ള പരിപാടി. ഓപ്പോസിറ്റ് കാണുന്നത് ബ്രോഡ് മുറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ കയറി. ഇനി ജനലൊക്കെ തുറന്നിടുക. അപ്രതീക്ഷിതമായിട്ടാണ് വീട്ടിലേക്ക് രാത്രി കരോളിന് കുറച്ച് പിള്ളേർ വന്നത്. ഞാനാണെങ്കിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമുണ്ട്. ക്രിസ്മസ് പാപ്പ വിജയുടെ പടത്തിൽ അടിപൊളി പാട്ടൊക്കെ ഇട്ട് അപ്പടി പോടുന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് തുള്ളി. അപ്പോൾ ഞാനും അമ്മയൊക്കെ സത്യം പറഞ്ഞാലും ഞങ്ങൾ ഞെട്ടിപ്പോയി. അതിൽ ക്രിസ്തുമസ് പാപ്പ നിലത്ത് കിടന്നൊക്കെ എഴയുമായിരുന്നു. ആകെ എന്താ പറയുക, ഒരു വൈബായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവന്മാർ ക്യാമറയിൽ വന്നിട്ട് പോസ് ചെയ്തു. അങ്ങനെ സിനിമ പാട്ടിട്ട് തുള്ളുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ക്രിസ്തുമസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാട്ടൊക്കെ ഇട്ടിട്ടാണ് അവന്മാർ തുള്ളുന്നത്. അപ്പോൾ ഇനി ജോസ്കോയിൽ പോകണം, ജോസ്കോക്കാരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി തുള്ളണം, ജോസ്കോയുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പോയി തുള്ളണം എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കിയിട്ട് യോയോ ഒക്കെ കാണിച്ചു കേട്ടോ. അപ്പം വീട്ടിൽ അമ്മ അവന്മാർക്ക് ക്രിസ്മസിന് വന്ന കുട്ടികൾക്ക്, കരോളിന് വന്ന കുട്ടികൾക്ക് ചെറിയ എന്തോ ഒരു സംഭാവനയൊക്കെ നൽകി കേട്ടോ. എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങോട്ട് വന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ അവന്മാർ വീടിനകത്ത് കയറി. അവന്മാരെന്ന് വിളിക്കുന്നത് വിചാരിക്കില്ല, കൊച്ചുകുട്ടികളായതുകൊണ്ടാണ്. അപ്പൂസിന് ഇങ്ങനെ ഷൈക്കാൻ്റൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഷൈക്കാൻ്റൊക്കെ തന്നു. അങ്ങനെ കുട്ടികൾ അടിച്ച് പൊളിച്ച് ഹാപ്പി ക്രിസ്മസും പറഞ്ഞ് അടിച്ച് പൊളിച്ച് തകർത്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഈ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കാണിക്കുന്നു
സിനിമാ പാട്ടാണോ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ്? കഴിഞ്ഞോ? ഇതന്നെ 5 മിനിറ്റേ ഉള്ളോ? ആണോ?